ദൈവം ഒരു നാളും വാക്കുമാറുന്ന ദൈവമല്ല. നാം ദൈവത്തിൽ നിന്ന് പല വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുണ്ട്, പ്രവചനങ്ങൾ കേട്ടിട്ടുണ്ട്. നാം തന്നെ ദൈവത്തിൽ നിന്ന് ദൈവശബ്ദമായി കേട്ടതും ദർശനങ്ങളാൽ കണ്ടതുമായ പല കാര്യങ്ങളുണ്ട്. പലപ്പോഴും നാം അതൊന്നും പൂർത്തിയായി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടന്നതായി കാണുന്നില്ല, ഡിലേ കാണുന്നുണ്ടല്ലേ. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിനനുസരിച്ചല്ലാതെ നമ്മുടെ ജീവിതം പോകുന്ന സമയത്ത് നാം മുറുകെ പിടിക്കാനുള്ളത് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളിലാണ്, അവൻ പറഞ്ഞ ശബ്ദത്തിലാണ്. കാരണം ദൈവത്തിന് വാക്കുമാറുവാൻ കഴിയത്തില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവൻ ചെയ്തിരിക്കും നിശ്ചയം. ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ സാഹചര്യങ്ങൾ നമുക്കെതിരെയാകുമ്പോൾ, നമ്മുടെ സാഹചര്യങ്ങൾ കേട്ട വാഗ്ദത്തത്തിനനുസരിച്ചല്ലാതെ പോകുമ്പോൾ, കേട്ട പ്രവചനത്തിനനുസരിച്ചല്ലാതെ പോകുമ്പോൾ നാം നിരുത്സാഹപ്പെടരുത്. നാം വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവൻ നിവർത്തിച്ചിരിക്കും. അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദത്ത സന്തതിയെ പറഞ്ഞപ്പോൾ അവൻ 25 വർഷം അതിനുവേണ്ടി കാത്തിരുന്നു. സാഹചര്യങ്ങൾ എതിരെ നിന്നിട്ട് സാറയുടെയും അബ്രഹാമിൻ്റെയും ശരീരം പുത്രോത്പാദന ശേഷി നഷ്ടമായി നിറഞ്ഞിട്ട് അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. കാരണം പറഞ്ഞവനിലുള്ള വിശ്വാസം. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിച്ചിരിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കേട്ട വാഗ്ദത്തങ്ങൾ അത് പൂർത്തീകരിക്കുവാൻ ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. ആ സമയം വരെ കാത്തിരിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകും. കാത്തിരിക്കുന്ന സമയങ്ങളിൽ ദൈവം പ്രവാചകന്മാരിലൂടെ പറഞ്ഞ പ്രവചനങ്ങളിൽ നാം കേട്ട ദൈവശബ്ദങ്ങളെ മുറുകെ പിടിക്കുക, അത് വച്ച് പ്രാർത്ഥിക്കുക. നാം കേട്ടത് കാണുന്നൊരു സീസൺ നമ്മുടെ മുമ്പിൽ തുറന്നു വരും. ആ സീസൺ വരെ കാത്തിരിക്കുക. ഇന്ന് നാം പോകുന്ന കഷ്ടതകൾ, സങ്കടങ്ങൾ, ദുരിതങ്ങൾ വാഗ്ദത്തത്തിലേക്ക് നമ്മെ നടത്തുന്നതാണ്, നയിക്കുന്നതാണ്. വിശ്വാസത്തിൽ ക്ഷീണിക്കാതിരിക്കുക, ബലപ്പെടുക. നാം അത് പ്രാപിക്കുക തന്നെ ചെയ്യും നിശ്ചയം.